വാഹനങ്ങളിൽ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നത് ഉൾപ്പെടെ അനുവദിക്കും. പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ നൽകിയ വാഗ്ദാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് ഗതാഗത കമ്മീഷനോട് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ വല്ലതും നടക്കുവോ? നടക്കൂല. മുഖ്യമന്ത്രിയുടെ വാഹന മോഡിഫിക്കേഷൻ ഗ്യാരണ്ടി പാളുന്നു. അനുവദനീയമായ മാറ്റങ്ങൾ മാത്രമാവാമെന്നാണ് MBDയുടെ നിലപാട്. സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റിയറിംഗ് വീൽ കവറുകൾ, ക്രോം ഗാർണിഷ് തുടങ്ങി 18 തരം മോഡിഫിക്കേഷനുകൾ മാത്രമാണ് മുൻകൂർ അനുമതി ഇല്ലാതെ വരുത്താനാവുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതാണ് കുറച്ച് കളർ ബൾബ് കൂടെ വേണമായിരുന്നല്ലേ സാറേ? കറക്റ്റ്. മറ്റൊന്ന് വാഹനത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല മിന്നിത്തിളങ്ങുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റുകളും ഇനി അനുവദിക്കപ്പെട്ടേക്കാം. മറ്റൊന്നാണ് യാത്രയൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ട് അടിച്ചു പൊളിച്ചു പോകാൻ അധികം സ്പീക്കറുകളാകാം എന്നും ഗതാഗത കമ്മീഷനുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഭയങ്കരം തന്നെ. സീറ്റ് കവറും ഫ്ലോർ മാറ്റും സ്റ്റിയറിംഗ് വീൽ കവറും ഉൾപ്പെടെ നിലവിൽ അനുവദനീയമായ 18 പതിവ് മോടി പിടിപ്പിക്കലുകൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് നൽകിയ ശുപാർശയിലുള്ളത്. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡായി മാറ്റം വരുത്താൻ കഴിയുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് സീറ്റ് കവറുകൾ വാങ്ങിയിടുന്നത്, ഈ സ്റ്റിയറിംഗ് വീലിന് ഒരു കവർ മേടിച്ചിടുന്നത്, അങ്ങനെയുള്ള തരത്തിലുള്ള സാധനങ്ങൾ, ഫ്ലോർ മാറ്റ് അടക്കമുള്ള സാധനങ്ങൾക്കാണ് ഈ ഒരു മാറ്റം അനുവദിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. കേക്ക്, തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി നീ തന്നെ ഇരുന്ന് തിന്നണ പാട്ടി.